അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനികളെ. കൊല്ലത്ത് വെച്ച് ടിപ്പർ ലോറിയുടെ അടിയിൽപ്പെട്ട് ഒരു 14 വയസ്സുകാരൻ്റെ മരണം, അതാണ് നമ്മളെ ഏറെ വേദനിപ്പിച്ചത്. ഈ ഒരു പൊന്നുമോന് മരണപ്പെട്ടു എന്ന് പറയാൻ തന്നെ തോന്നുന്നില്ല. നല്ലൊരു തങ്കക്കുടം പോലുള്ള പൊന്നുമോൻ. സംഭവത്തിൻ്റെ CCTV ദൃശ്യം നമ്മൾ കണ്ടതാണ്. അത് കണ്ടതോടെ സ്റ്റക്കായിപ്പോയി. ഒരുപാട് മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്ന ഞങ്ങൾ ഇതുപോലുള്ള ചില മരണവാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ തന്നെ സ്റ്റക്കായി പോകാറുണ്ട്. ആ ഒരു ദൃശ്യം കണ്ടപ്പോൾ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. ആ ഒരു വീഡിയോ ദൃശ്യം ഞാനിവിടെ വെക്കുന്നില്ല, എല്ലാവർക്കും കണ്ടു നിൽക്കാനാവില്ല. മരണപ്പെട്ടിരിക്കുന്നത് 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ 14 വയസ്സുകാരൻ സൽമാൻ ഫാരിസാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം. പ്രത്യേകിച്ച് ആ പൊന്നുമോൻ്റെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ദുആ ചെയ്യണം. കൊല്ലം പാൽക്കുളങ്ങരക്ക് സമീപം വെച്ചാണ് സംഭവം നടന്നത്. പൊന്നുമോൻ്റെ ദേഹത്ത് ടിപ്പർ ലോറി കയറി ഇറങ്ങുകയായിരുന്നു. യാ അല്ലാഹ്, പറയാതിരിക്കാൻ വയ്യ പ്രിയപ്പെട്ടവരെ. ഈ ഒരു CCTV ദൃശ്യം ഞാൻ കണ്ടതാണ്. ആ ഉമ്മയുടെ ഭാഗത്തുനിന്ന് വലിയൊരു തെറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. ചെറിയ വീതി കുറഞ്ഞ റോഡാണ്. അവിടുന്നാണ് ഇവർ ടിപ്പർ ലോറിയെ മറികടക്കാൻ ശ്രമിച്ചത്. ഇവർ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ എതിരെ വരികയായിരുന്ന ഒരു ഇരുചക്ര വാഹനത്തിൽ തട്ടി നിയന്ത്രണം നഷ്ടപ്പെട്ട് ആ മോന് ലോറിക്കടിയിലേക്ക് വീഴുകയായിരുന്നു. അങ്ങനെയാണ് ആ പൊന്നുമോന് മരണപ്പെട്ടു പോയത്. ആ ഉമ്മയുടെ കരച്ചിൽ കേട്ടാണ് തൊട്ടടുത്തുള്ള ആളുകളൊക്കെ ഓടിയെത്തുന്നത്. ആ പൊന്നുമോൻ്റെ ദേഹത്ത് കൂടി ലോറി കയറി ഇറങ്ങുകയായിരുന്നു. അല്ലാഹ്, അവിടെ ദേശീയപാത നിർമ്മാണം നടക്കുന്നത് കൊണ്ട് തന്നെ വാഹനങ്ങൾ കുറച്ചധികം ഉണ്ടായിരുന്നു. ഫാരിസിനെ ഉമ്മ രാവിലെ വിളിച്ചുണർത്തി കൊണ്ടുപോയത് കൊല്ലത്തുള്ള ട്യൂഷൻ സെൻ്ററിലേക്ക് വിടാനായിരുന്നു. പ്രിയപ്പെട്ടവരെ, എനിക്ക് സ്ത്രീകളോട് പറയാനുള്ളത്, നമ്മുടെ അനുഭവമാണ് പറയുന്നത്, നമ്മൾ കാണുന്നതാണ് പറയുന്നത്. സ്ത്രീകൾ സ്കൂട്ടർ ഓട്ടിക്കുമ്പോൾ അല്പം സ്പീഡ് കൂടുതലാണ്, നമ്മളൊക്കെ കാണുന്നതാണ്. അതുമാത്രമല്ല, പെട്ടെന്ന് അവർ നിയന്ത്രണം വിടുകയും ചെയ്യും. ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല, എല്ലാവരും ശ്രദ്ധിക്കാൻ കൂടിയാണ് ഞാൻ പറയുന്നത്. ഇത് അവരുടെ നിന്ന് പറ്റിയൊരു തെറ്റ് തന്നെയാണ്. മരണം എന്നുള്ളത് പടച്ചറബിൻ്റെ കലാഹ് തന്നെയാണ്, പടച്ചറബിൻ്റെ വിധിയാണ്. പക്ഷെ നമ്മുടെ ഒരു അശ്രദ്ധ മൂലമാവരുത് ആരുടെയും മരണം. ശ്രദ്ധിക്കുക, നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. ബാക്കിയൊക്കെ പടച്ചറബിൻ്റെ വിധി. ആ പാവം മോനെ രാവിലെ ഉമ്മ വിളിച്ചുണർത്തി കൊണ്ടുപോയത് മരണത്തിലേക്കായിപ്പോയല്ലോ പടച്ചറബേ. ആ പൊന്നുമോൻ്റെ ഉമ്മക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ മഴക്കാലമാണ്. കുറച്ചൊക്കെ ഭയം നമുക്ക് നല്ലതാ. സംഭവിക്കില്ല എന്നല്ല, സംഭവിക്കുമെന്നുള്ള ഭയമാണ് നമുക്കൊക്കെ വേണ്ടത്. ഭയം നമുക്ക് സുരക്ഷിതത്വം നൽകും. ഇനിയിപ്പോൾ മാതാപിതാക്കളൊക്കെ ശ്രദ്ധിക്കേണ്ടത് മഴക്കാലമാണ്. പുഴയിലും തോട്ടിലും ഒക്കെ മക്കൾ കുളിക്കാൻ പോകും. ഒക്കെ ശ്രദ്ധിക്കുക. കുളിക്കാൻ പോകണ്ട എന്നല്ല, നമ്മുടെ മക്കളെല്ലാം പഠിക്കണം, നീന്തലൊക്കെ പഠിക്കണം, നല്ലതാണ്. അത് മാതാപിതാക്കളോട് പറഞ്ഞ് മാതാപിതാക്കളുടെ സമ്മതത്തോടെ മുതിർന്നവരുടെ സാന്നിധ്യത്തിൽ അയക്കുക. പടച്ചറബ്ബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. പടച്ചറബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, ഫാരിസ് എന്ന ഈ പൊന്നുമോന് നീ സ്വർഗം നൽകണേ റബ്ബേ. പടച്ചറബ്ബേ, ആ പൊന്നുമ്മാക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. അവരുടെ മനസ്സ് മാറാതെ നീ നോക്കണേ റബ്ബേ. അവരുടെ നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. പടച്ചറബ്ബേ, ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. പടച്ചറബ്ബേ, നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ. അർഹമുറാഹിമായ അല്ലാഹുവേ, ആ പൊന്നുമോൻ്റെ ഖബർ നീ വിശാലമാക്കി സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കണേ റബ്ബേ. ചെറിയ മോനാണ് റബ്ബേ, ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണേ റബ്ബേ. ആ പൊന്നുമോൻ്റെ മാതാപിതാക്കൾക്ക്, ബന്ധുക്കൾക്ക്, സുഹൃത്തുക്കൾക്ക്, സഹപാഠികൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പടച്ചറബ്ബേ, കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. മക്കൾ മരണപ്പെട്ട മാതാപിതാക്കളുടെ അവസ്ഥ ഞങ്ങൾക്ക് അറിയാവുന്നതാണ് റബ്ബേ. ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പടച്ചറബ്ബേ, നാളെ സ്വർഗത്തിൽ നിന്നും ആ ഉമ്മയെ കൈപിടിച്ച് കൊണ്ടുപോകുന്ന മകനാക്കി കൊടുക്കണേ റബ്ബേ. പടച്ചറബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ചറബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ ഈ പൊന്നുമോൻ്റെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.